ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് ലീഡ് ഹുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് അതെങ്ങനെ കറക്റ്റായി ചെയ്യാം, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോതായി ഡിഫറെൻറ്റ് ബോക്സിങ് സ്റ്റൈലുകൾ, അതെങ്ങനെയൊക്കെ പഞ്ച് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഷാഡോ ബോക്സിങ് അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഹുക്കിന് നിങ്ങളുടെ പഞ്ചിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹുക്കിന് പവർ ഉണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഞ്ചിങ് ബാഗ് അല്ലെങ്കിൽ കിറ്റിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ ഒരു സോവിയറ്റ് സ്റ്റൈൽ അതല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈൽ, ഇത് രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ്, ഈ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് തിങ്, ഞാനിപ്പം കിറ്റിന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. എൻ്റെ ഹൈറ്റ് ഈ ലെവലിലായിരിക്കണം എൻ്റെ ഒപ്പണൻ്റെ ഹൈറ്റും നമ്മൾ ഗസ് ചെയ്യുന്നത്. ഈ ഹൈറ്റിലായിരിക്കും ഒപ്പണൻ്റ്. അയാളുടെ റിബ് എന്ന് പറയുന്ന ഇതാണ് അയാളുടെ റിബ്, ഇതായിരിക്കും അയാളുടെ ഹൈറ്റ്. ഇനി ബോക്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ് കോമ്പാക്റ്റ് ആണ്. ഒരു 1 hand ഡിസ്റ്റൻസിലാണ് ഞാൻ എപ്പോഴും ടച്ച് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നു. ഇതാണ് നമ്മൾ കിറ്റിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് പഞ്ചസ് ഡെലിവർ ചെയ്യാൻ ഈ ഡിസ്റ്റൻസ് ധാരാളം. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഹുക്കെന്ന പഞ്ച് എത്തില്ല. ഹുക്കെന്ന പഞ്ച് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഒപ്പണൻ്റ് നമുക്ക് അതിനായിട്ടൊരു അവസരം ഉണ്ടാക്കി തരണം. അപ്പം അയാൾ ക്രോസോ അല്ലെങ്കിൽ ജാബോ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇൻസൈഡ് കയറാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എനിക്ക് നേരെ എൻ്റെ ഒപ്പണൻ്റ് 2 എന്ന പഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 എന്ന പഞ്ച് ചെയ്താൽ, അതല്ലെങ്കിൽ അയാൾ ഫോർവേഡ് കയറി വരുന്നു. ആ കയറി വരുന്ന സമയത്ത് ഞാൻ സ്ലിപ്പ് ചെയ്തിട്ട് ഇൻസൈഡ്, അതായത് അയാളുടെ റൈറ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്ത് കയറുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ലീഡ് ഹുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഒപ്പണൻ്റ്, അയാളുടെ ഹെഡ് ഇവിടെ ആൻഡ് അയാളുടെ ഹെഡ് ഇവിടെ ആൻഡ് അയാളുടെ റിബ് അതിവിടെ ആയിട്ട് വരും. അയാൾ എനിക്ക് നേരെ 2 എന്ന പഞ്ച് ചെയ്യുന്നു. ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു. കൂടെ എൻ്റെ ഫോർവേഡ് ലെഗിനെ ഞാൻ അയാളുടെ അയാളുടെ ഔട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. സെറ്റ്. ഒന്നുകൂടെ പറയുന്നു. അയാൾ എനിക്ക് നേരെ 2 എന്ന പഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു. കൂടാതെ എൻ്റെ ലെഗിനെ ഞാൻ അയാളുടെ ഔട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. ഇതാണ് എൻ്റെ ഗാർഡ് പോസ്റ്റ്. ഈ ഗാർഡിൽ നിന്ന് ഇപ്പം എന്താണ്, അയാളുടെ 2 എന്ന പഞ്ച് എൻ്റെ ഹെഡിന് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു പഞ്ച് എനിക്കിതിലുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പം എനിക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ലെഗും എൻ്റെ ഹിപ്പ് മൂവ്മെൻറ്റും ഒരു സർക്കുലർ മോഷനിൽ വരുന്ന സമയത്ത് എനിക്കൊരു എനർജി കിട്ടും. ആ എനർജീനെ എനിക്ക് എന്ത് ചെയ്യാം? ആ എനർജി ഉപയോഗിച്ച് ഇയാളെ എനിക്ക് അടിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? ഇതെൻ്റെ ഗാർഡ് പൊസിഷൻ. ഇതിന്ന് ഞാൻ ഹിപ്പിനെ തിരിക്കുന്നു, എൻ്റെ ടോയും തിരിയുന്നു. ഹിറ്റ് ചെയ്യാനാവുന്ന സമയത്ത് എൻ്റെ എൽബോ ഇവിടെ 90 ഡിഗ്രി വരുന്നു. എൻ്റെ റിസ്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു സർക്കുലർ മോഷനിൽ ബോഡീനെ ഞാൻ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ഇത് കറക്റ്റ് നമുക്കൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അയാൾ 2 എന്ന പഞ്ച് ചെയ്യുന്നു, ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു. 1 more time. അയാൾ 2 എന്ന പഞ്ച് ചെയ്യുന്നു, ഇൻസൈഡ് സ്ലിപ്പ് ചെയ്യുന്നു. അഗൈൻ അയാൾ 2 എന്ന പഞ്ച് ചെയ്യുന്നു, ഇൻസൈഡ് സ്ലിപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമ്മൾ ലീഡ് ഹുക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരു റെഫറലിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്താണ്, ആദ്യം സ്റ്റാൻഡിങ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇതെന്നല്ലാണ്ട് നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ വേണ്ടി 2 രീതി പ്രാക്ടീസ് ചെയ്യാം.
ക്ലോസ് റേഞ്ചിൽ നിൽക്കുന്നു, സ്ലിപ്പ് ചെയ്യുന്നു. ഇതാണ് ലീഡ് ഹുക്കിൻ്റെ ഒരു സ്റ്റൈൽ. ക്ലോസ് റേഞ്ചിൽ നമ്മുടെ ഒപ്പണൻ്റ് വരുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യുന്ന സ്റ്റൈലാണ് ഇത്.